15 വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ ശോഭനയെ അഭിനയിച്ച തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ തുടരും സൂപ്പർ ഹിറ്റായി മുന്നോട്ട് പോവുകയാണ്. തരുൺമൂർത്തി ഒരു ബ്രില്യൻ ഡയറക്ടറാണെന്ന് ഈ സിനിമയോടെ തെളിയിച്ചിരിക്കുകയാണ്. ലാലേട്ടൻ്റെ ഒരു നോട്ടം മുതൽ ഒരു ആംഗ്യം വരെ ഓരോ ഷോട്ടിൻ്റെയും സെറ്റപ്പിൽ തരുണിൻ്റെ കഥ പറച്ചിലെ സാമർഥ്യം തെളിയുന്നു. ആന നടക്കുമ്പോൾ വനം മുഴുവൻ അതിനോടൊപ്പം നടക്കും എന്ന തുടക്കത്തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. വയനാട്ടിലെ 2024 ലാൻഡ് സ്ലൈഡിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കാട്ടുപ്രദേശത്തെ ഹൃദയസ്പർശിയായ ഷോട്ടിലൂടെയാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായുള്ള ബന്ധം ഈ സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. പടം തുടങ്ങുമ്പോഴും ഒരു ഒറ്റക്കൊമ്പനെ കാണിച്ച് മോഹൻലാൽ എന്ന് പേരെഴുതി കാണിക്കുമ്പോഴുണ്ടാകുന്ന ആ ഫീലുണ്ടല്ലോ, എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീല്. ഷാജി കുമാറിൻ്റെ സിനിമാറ്റോഗ്രാഫി ചിത്രത്തിനൊരു ഗ്രാഫിക് നോവൽ പോലെയുള്ള ഫീലാണ് നൽകുന്നത്. തരുണും സഹരചയിതാവ് KR സുനിലും ക്ഷമയുടെ കഥാപാത്രങ്ങൾ ലോകം വികസിപ്പിക്കുന്നു. എന്തായാലും സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു സന്തോഷവും എന്നാൽ നെഞ്ചിലൊരു നീറ്റലുമായിട്ടാണ് ഇറങ്ങുന്നത്.